നമുക്ക് ഒത്തിരി ആപ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്നു, നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ കുറേ ആപ്സ് ഉണ്ട്. വാട്സപ്പ് എന്ന് പറയുന്നത് ചൈനയുടേതാണ്, പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നത് വാട്സപ്പ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇന്ത്യക്കാരെന്നല്ല, വേൾഡ് വൈഡ് അതിന് ഭയങ്കര അക്സെപ്റ്റൻസ് ആണുള്ളത്. സെയിം ഇതിൽ തന്നെ ടെലഗ്രാം ഉണ്ട്, നമുക്ക് അങ്ങനെ കുറേ അധികം ആപ്സ് ഉണ്ട്. പക്ഷേ അക്സെപ്റ്റൻസ് കൂടുതൽ കിട്ടുന്ന ഏത് ആപ്പാണോ അത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കും. ഫേസ്ബുക്ക് സുക്കൻബർഗിൻ്റെയാണ്, അയാൾ അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ജൂതനാണെന്നും ജൂതൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു എന്ന് ഇന്നലെ എന്നെ ഒരാൾ വന്ന് മീൻസ് എൻ്റെ ലൈവിൽ വന്നൊരു മെസ്സേജ് ഇട്ടതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ചാറ്റ് GPT എന്ന് പറയുന്ന ഒരു ആപ്പിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ കടിപിടി കൂടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഞാൻ അന്നേ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ സൂചിപ്പിച്ചതാണ്, ഇതിനകത്ത് രാഹുൽ ഈശ്വറോ ആരിഫ് ഹുസൈനോ അല്ല ജയിച്ചത് ചാറ്റ് GPT എന്ന് പറയുന്ന ആപ്പാണ്. അത് എത്തേണ്ടവരിലൊക്കെ കൃത്യമായിട്ട് എത്തി. സാധാരണ ജനങ്ങൾക്ക് പോലും ഇതെന്താ സംഗതി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവരെ കൊണ്ട് അത് എത്തിക്കാൻ സാധിച്ചു. അപ്പം 100% എൻ്റെ ഒരു പേയ്മെൻറ്റ് ഇത്ര ശതമാനം ആരിഫ് ഹുസൈന് പോയിട്ടുമുണ്ട്. അപ്പോൾ എത്ര പേരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നോ അത്ര പേര് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണെന്നേ ഉള്ളൂ. ചാറ്റ് GPT ഇപ്പോൾ നമ്മൾ ഏത് വീഡിയോ എടുത്താലും ഏത് രീതിയിലുള്ള വാർത്തകൾ വായിക്കുകയോ അല്ലെങ്കിൽ എന്തെടുത്താലും അതിൻ്റെ തൊട്ട് മുകളിൽ ഈ ആപ്പിൻ്റെ ഒരു പടം വരും, ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ഇത് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ നീഡ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആരിഫ് ഹുസൈനെ അങ്ങനെ ഒരു വഴിയിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പോൾ 1 അവർ സമയമെടുത്ത് ഈ ചാറ്റ് GPTയിൽ ഇത് കണ്ടെത്തിയെന്ന് പറയുമ്പം അത്രത്തോളം അതിനകത്തുള്ളവർ സ്ട്രഗിൾ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം മാർക്കറ്റിംഗ് തന്ത്രമാണ് അവിടെ വിജയിച്ചത്. ഇനി മാർക്കറ്റിംഗ് തന്ത്രത്തിൽ ഏറ്റവും അക്സെപ്റ്റൻസ് ഉള്ള മാർക്കറ്റിംഗ് ഏതാണ്? മതം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് കൃത്യമായി പോയി വീണു. സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരെന്ന് വെച്ചാൽ പ്രവാസികൾ എന്ന് പറയും. പ്രവാസികളുടെ ഭാര്യമാരും തന്നെയാണ്. കാരണം പ്രവാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ എല്ലാവരും ഓടിച്ചാടി മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഞോണ്ടുകയാണ് പരിപാടി. കമ്മ്യൂണിക്കേഷൻസ് വളരെ കുറവായിരിക്കും. ജോലി കഴിഞ്ഞാൽ വീട് കഴിഞ്ഞാൽ ജോലി, ഇങ്ങനെ ഒരു ഇതിലിരിക്കുന്നവർക്ക് ടൈം പാസിന് അവരെടുക്കുന്ന മൊബൈലാണ്. അവർ നാടിനെ കുറിച്ച് അറിയാൻ നാട്ടിലുള്ള വാർത്താ ഏജൻസികളൊക്കെ തന്നെ ആയിരിക്കും അവർ റിസർച്ച് നടത്തുക. ഇനി സ്ത്രീകളുടെ കേസ് എടുക്കാം. പണിയൊക്കെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് എടുത്തില്ല എങ്കിൽ ഒരുപാട് ഓവർ പരിപാടിയൊന്നും ഉണ്ടാകത്തില്ല. കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഫ്രീഡം ആകും. ആ സമയത്ത് അവർ ഉപയോഗിക്കുന്നത് മൊബൈലാണ്. അപ്പം പ്രവാസികളായ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രവാസി എന്ന് കൺസേൺ ചെയ്യുമ്പോൾ കേരളത്തിലെ പ്രവാസികൾ ഏത് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വരിക? ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അവർക്ക് നോക്കുന്ന ഒരു വിഷയം എടുത്തിടുക, അതിൽ ഈ ഒരു സ്പെസിഫിക് സംഗതിയെ ആഡ് ഓൺ ചെയ്യുക, അതിലേക്ക് ആളുകളുടെ ശ്രദ്ധ കൊണ്ടുവരിക. ഇതിനകത്ത് രാഹുലിന് എത്ര കിട്ടിയെന്നൊന്നും എന്നോട് ചോദിക്കരുത്. എൻ്റെ സംശയമാണ് ഞാനിവിടെ പറയുന്നത്. അല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ജനുവിനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ അധികം ആൾക്കാർ ഇപ്പോൾ ഓടിക്കൊണ്ടുവരും. എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാൻ 100 പ്രാവശ്യം അടിച്ച് തന്നെ പറയും, ദാറ്റ് പേഴ്സണാലിറ്റി ഈസ് നോട്ട് ഓക്കെ വിത്ത് മീ. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന 2-3 ഡിബേറ്റുകളിലൊക്കെ തന്നെ ആ ഒരു തകിടം മറിയൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഫേവറായി നിൽക്കുന്ന അഖിൽ മാരാർ പോലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ പിടിച്ചകത്തിട്ടിട്ടുണ്ടെങ്കിൽ രാഹുലിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ അപ്പുറത്ത് തയ്യാറാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഔട്ട് സ്പോക്കൺ പേഴ്സണാലിറ്റി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അയാൾ പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളത് കൊണ്ടോ അല്ല. ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ നടന്ന കുറേയധികം ഡിബേറ്റ്സ് ഞാൻ എടുത്ത് വെച്ച് നോക്കുമ്പോൾ പ്രധാനമായും പറയുന്നത് ഈ പാക് പൗരനെ ഒരാളെ ഹോണർ ചെയ്തൊരു കാര്യമാണ്. 100% ഞാൻ അതിനെ വിയോജിക്കുന്നു. അത് ആര് ചെയ്തായിരുന്നു അത് തെറ്റ് തന്നെയാണ്. ഒന്നാമത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിഷയം ചെയ്തതിനോട് തീർത്തും യോജിക്കാനാകത്തില്ല. അത് ആര് ചെയ്താലും അബദ്ധവശാൽ ചെയ്താൽ പോലും ഈ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ചില സിറ്റുവേഷൻസിൽ നമ്മൾ മൗനം പാലിക്കേണ്ടടുത്ത് മൗനം തന്നെ പാലിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പൗരന്മാരെ കൊല്ലപ്പെടുത്തിക്കുകയാണ്. അത് കൊന്നത് ആര് എന്തെന്ന് അറിയത്തില്ല. ഗോത്രയിൽ നടന്ന അതേ അപകടം, സെയിം അപകടമാണ് പഹൽഗാമിൽ നടന്നിട്ടുള്ളതെന്നാണ് വസ്തുത. പക്ഷെ അത് തെളിയിക്കപ്പെടുന്നത് വരെ നമുക്ക് മൗനം പാലിക്കില്ല, വേറെ നിവർത്തിയില്ല. ഡിസംബർ 6 നമ്മുടെ ഈ അമ്പലം പൊളിക്കപ്പെടുന്ന, അതായത് പള്ളി പൊളിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അന്നും മൗനം പാലിക്കാനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ചുറ്റുമുള്ളവരോട് ഞാൻ പറഞ്ഞതാണ്, എന്തിനാണ് യുദ്ധത്തിന് പോകുന്നത്? കാരണം അവരെന്തിലേക്ക് നമ്മളെ നയിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള തുടക്കം അവരവിടെ ഇടുകയാണ്. ആ ചൂണ്ടയിൽ നമ്മൾ പോയി കൊരുത്താൽ പിന്നെ നടക്കുന്നതൊക്കെ തന്നെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുമായിരിക്കും. അപ്പോൾ മാക്സിമം അത്തരം ഒരു ചൂണ്ടയിലേക്ക് നമ്മൾ പോയി കൊളുത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞത്. ചാറ്റ് GPTയെ കുറിച്ച് ഇതിനകത്ത് ഇപ്പോൾ പ്രതിപാദിക്കുന്നതിൻ്റെ ഒരു ആവശ്യകതയില്ല എങ്കിൽ പോലും പറഞ്ഞു എന്നേ ഉള്ളൂ. അത് വല്ലാണ്ട് വൈറലായി, എല്ലാവരും അതെടുത്ത് വെച്ചിട്ട് ചാറ്റ് GPT ഓക്കെയാണെന്ന് ഒരിക്കലുമില്ല. ഇപ്പോൾ നടന്ന ഈ സംഭവത്തിൽ കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, ചാറ്റ് GPT എന്ന് പറയുന്നത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനം കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടും ആ ഒരു ആപ്പിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ ആൾക്കാർ അത് പേയ്മെൻറ്റ് ടൈംസിലുള്ളത് വരെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആര് ജയിച്ചു? ആരിഫ് ഹുസൈൻ ജയിച്ചു എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആർക്ക് വിഷമം തോന്നണ്ട, അത് അവരുടെ സ്ട്രാറ്റജിയാണ്. കുറച്ചുകൂടി ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അവൻ ടെക്നിക്കലായി നിങ്ങളെ അടിക്കുന്നു എന്ന് മാത്രമേ മനസ്സിലായത്. മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട ഒരു കഥാപാത്രത്തിനെ അവോയ്ഡ് ചെയ്ത് വിടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്നുള്ളതാണ്. ഇനി മറ്റേ ഭാഗം ലിയാഖത്ത് അലി, നിങ്ങളെ ചതിച്ചുകൊണ്ടും വഞ്ചിച്ചുകൊണ്ടും ഏറ്റവും കൂടുതൽ അവൻ നടത്തുന്ന പെർഫോമൻസ്, ആ പെർഫോമൻസിൽ നിങ്ങളെല്ലാവരും വീണിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന ഒരുപാട്, അതായത് എക്സ് മുസ്ലിംസിന് ഒരുപാട് പേർക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട് ലിയാഖത്ത് അലി ചെയ്യുന്ന ഒരു പ്രോബ്ലമാറ്റിക് ഇതാണ് എന്നുള്ളത്. പക്ഷേ എന്നാൽ പോലും അവൻ്റെ ആ സൗമ്യത അത് നിങ്ങൾ മിസ്ലീഡ് ചെയ്തു, നിങ്ങൾ അതിനകത്ത് പോയി വീണു.
പണം തട്ടിപ്പ് നടത്തി എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ട് തെളിവുൾപ്പെടെ ഞാൻ പബ്ലിക്കിൽ കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ ടാർഗറ്റ് മുഴുക്ക ഞാനാണ്. മുഴുനീളെ എൻ്റെ കമൻസിലൊക്കെ നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവർ വല്ലാണ്ട് വന്ന് ആക്രമിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മാക്സിമം എനിക്കത് ഹെൽഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഹെൽഡഡ് കമൻറ്റ് ഞാൻ പിന്നീട് പോയി നോക്കും. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഇവന്മാരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ കുറേ പേരുടെ പേര് ഞാൻ സൈബർ കൊടുത്തിരുന്നു. അവരതിൻ്റെ റിസൾട്ട് എടുത്തിരുന്നു. യെസ്, അവർ നേരെ കൊണ്ടെത്തിക്കുന്ന എക്സ് മുസ്ലിം ടീമിൻ്റെ അടുത്താണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ സനാതനത്തിനെ കുറിച്ചൊക്കെ നമ്മളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യപ്പെടേണ്ടത് ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഉയർന്ന ജാതിക്കാരാണ്, സവർണരാണ്. താഴ്ന്നവർക്കത് വിഷമമുണ്ടല്ലോ, കാരണം അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനത് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗം അവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത്, അല്ലാതെ അതൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ സവർണർക്ക് ആണ് വേദന വരിക, സവർണറായിരിക്കണം അതിനകത്ത് എഴുതി വെക്കേണ്ടത്. യെസ്, ഓഫ് കോഴ്സ് അതിനകത്തുണ്ട് ഒരു 10% സവർണർ അതിനകത്ത് ഒന്ന് കമൻറ്റ് എഴുതാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കമൻസിൽ നിന്നാണ് എനിക്ക് ഇവരെ കിട്ടുന്നതും അവരുടെ ഡീറ്റെയിൽ കൊണ്ടുപോയി സൈബറിൽ കൊടുക്കുമ്പോഴാണ് എനിക്ക് വിവരം കിട്ടുന്നതും എന്നുള്ളതാണ്. കേസിന് പോകാൻ ഞാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ് പോകാത്തത്. അല്ലെങ്കിൽ എനിക്ക് കേസിന് പോകുകയാണെങ്കിൽ ഒത്തിരി പോകേണ്ടി വരും എന്നുള്ളതുകൊണ്ട് മിണ്ടാതിരിക്കുന്നത്. ഇനി ഇത് ഫേസ്ബുക്കിലാണെങ്കിൽ അമ്മാതിരി കമൻസ് അതുപോലെ വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ഏറ്റവും ഫേവറബിളായി, അതായത് ഇസ്ലാം കമ്മ്യൂണിറ്റിയുള്ള മനുഷ്യർക്ക് അക്സെപ്റ്റൻസ് ഉള്ള ഒരാളായി ലിയാഖത്ത് അലി അവിടെ നിൽക്കുന്നു, ജ്വലിച്ചു നിൽക്കുന്നു. അവൻ്റെ കള്ളത്തരം ഞാൻ പുറത്തേക്കെത്തി. അവൻ എഴുതിയ ഒരു ക്യാപ്ഷൻ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപരാധമല്ല പ്രതിരോധമെന്ന്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിങ്ങൾ ഇസ്ലാമിനെ അപരാധമാണ് പറയുന്നത്, അതല്ല നിങ്ങളുടെ പ്രതിരോധം. നിങ്ങൾ നവോത്ഥാനമാണ് ഉദ്ദേശിക്കുന്നത്, അതിനകത്ത് എന്തെങ്കിലും കറക്റ്റ്നെസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ അപരാധം എന്നല്ല പറയേണ്ടത്. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, അത് കൃത്യമായി നിങ്ങൾ വിവർത്തനം ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും അക്സെപ്റ്റൻസ് ഉള്ളത്. അത് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ ആണുങ്ങളെ അടിക്കുന്നതിന് തുല്യമാണ്. കാരണം നിങ്ങൾ അതിനകത്ത് കമൻസ് ശ്രദ്ധിച്ച് നോക്കും, പലരും വന്ന് എഴുതിയിരിക്കുന്നത് വിവാഹം കഴിക്കാം എന്ന് തന്നെയാണ്. അതൊരു ഹോണറായിട്ട് എടുത്തിട്ട് കൊണ്ട് നടക്കുന്നവരാണ്. അവരോട് അങ്ങനെയല്ല നബി പറഞ്ഞത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ നവോത്ഥാന നായകന്മാരാരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അതേസമയം ശ്യാംകുമാർ സാറിനെയൊക്കെ പോലുള്ളവരെ എടുത്തു നോക്കാം, അവരൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ മതത്തിലെ പ്രോബ്ലംസിനെ പറ്റി അവർ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും യോജിച്ചൊരു സംഗതിയല്ല അതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കും. നമ്മുടെ സൊസൈറ്റിയിലുള്ള ജാതി വേർതിരിവിനെ പറ്റി എക്സ്പ്ലനേഷൻ നടത്തും. അതാണ് യഥാർത്ഥ യുക്തിവാദവും യുക്തിബോധവും. അതിനെയാണ് അക്ഷരം തെറ്റാതെ യുക്തിവാദി എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഇതുപോലെ കള്ളത്തരങ്ങൾ കാണിച്ച് പൈസ അടിച്ച് മാറ്റാൻ പറ്റുന്ന സംഗതിയല്ല. കളവ് കയ്യോടെ പൊക്കുന്നത് കൊണ്ടാണ് എൻ്റെ ചാനലിനും എൻ്റെ വ്യൂവേഴ്സിനും ഒക്കെ ബ്ലോക്കും വരുന്നത്, നിങ്ങൾക്ക് റീച്ചും ആകാത്തത്. അതിൽ എനിക്കിപ്പോൾ വിഷമമൊന്നുമില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ത് വന്നാലും നമ്മൾ പറയാനുള്ളത് നമ്മൾ പറഞ്ഞു വയ്ക്കും എന്നുള്ളതാണ്. ചാറ്റ് GPT വേണ്ടിയിട്ട് കാണിച്ച ഒരു അഡ്വർടൈസ്മെൻറ്റ് നാടകം മാത്രമായിരുന്നു രാഹുൽ ഈശ്വരും ഈ ആരിഫ് ഹുസൈനും നടത്തിയതെന്നുള്ളത് വസ്തുത. രാഹുൽ ഈശ്വർ ഇന്നലെ മെനഞ്ഞാന്നും ഡിബേറ്റിന് പോയിരിക്കുമ്പോൾ അറസ്റ്റിന് സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങൾ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചെറുവിരൽ അപ്പുറം നനക്കാത്തിടത്ത് രാഹുൽ ഈശ്വറിനെ ആരാണ് അവിടേക്ക് കൊണ്ടെത്തിച്ചതെന്ന് വ്യക്തമാണ്. നിങ്ങൾക്കത് വരും ദിവസങ്ങളിൽ ബോധ്യപ്പെടും തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ചതിയുടെ മുഖമുണ്ടല്ലോ, അത് ഭയാനകമായിരിക്കും. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് വസ്തുത. അതായത് ഇപ്പോൾ സാധാരണ ഇപ്പം അവിടുന്ന് വന്ന ഈ BJP നിന്ന് വന്ന ഒരു വ്യക്തി നമുക്കിപ്പോൾ ഉണ്ടല്ലോ, ആ പുള്ളിയെ ട്രസ്റ്റ് ചെയ്യാം. കാരണം തിരിച്ചറിവിൻ്റെ പാതയിൽ പുള്ളി ഇതിലേക്ക് വന്നത്. മറ്റത് അങ്ങനെയല്ല. കയറ്റില്ല എന്ന് പറഞ്ഞ് പിടിച്ച് പുറത്താക്കുമ്പോൾ വേറെ രക്ഷയില്ലാതെ വന്നൊട്ടിയ ആളാണ് രാഹുൽ ഈശ്വർ. അത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യപ്പെടും എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മൾ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒത്തിരി പേര് ഇതൊക്കെ പറയാൻ, മുഹമ്മദ് നവാസ് ഒരുപാട് പേര് ഇതൊക്കെ പറയുന്നത് അവർക്ക് നേരിടുന്ന പ്രോബ്ലംസ് എന്താണെന്ന് അവർ പുറത്തു പറയാത്തത് കൊണ്ടാണ്. എന്നും കേസാണ്. ജോലി തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ അനി മുഹമ്മദ് സാറുണ്ട്. അമ്മാതിരി അവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. രാഹുൽ ഈശ്വറിന് ആരും ഒന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ തന്നെ പോയിന്റ് പിടികിട്ടുന്നില്ലേ? അതൊരു തന്ത്രമാണ്. അതായത് യുദ്ധതന്ത്രം. നമ്മളിലുള്ള ഒരാളെ അങ്ങട് വിടും, എന്നിട്ട് അവിടുന്ന് ആവശ്യമുള്ളത് നമ്മൾ വലിച്ചെടുക്കും. അയാൾ ജസ്റ്റ് ഒരു ഫടൻ മാത്രമാണ്. അതായത് അയാളെ ഉപയോഗിക്കുന്നവർ പുറത്തുണ്ട് എന്നുള്ളതാണ് വസ്തുത. എൻ്റെ ഒരു ഇതാണ് ഇൻഫർമേഷൻ തരിക എന്നുള്ളത്. ആ ഇൻഫർമേഷൻ മാത്രമാണ് ഞാൻ ഇവിടെ തന്നെ. ഇത് തെളിവായിട്ടാണ് ഞാൻ ചാറ്റ് GPTയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇത്തരം കെണികളിൽ പോയി പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നോർത്ത് സൈഡിലൊക്കെ ഇപ്പോൾ ഒരു യൂട്യൂബറെ പിടിച്ചിട്ടൊരു സ്ത്രീ ഇസ്ലാമിനെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പരാതി കൊടുത്തതിന് ശേഷം അവരെ പിടിക്കപ്പെടുകയുണ്ടായി. എന്തുകൊണ്ടാണ് ജാമ്യതയിൽ നിങ്ങളിങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത്? അവർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ മതം വേണ്ട, ഞാൻ ഈ മതം വിട്ട് പുറത്തേക്ക് പോകുന്നു. പിന്നെ അവരുടെ ക്യാപ്ഷൻസ് നിങ്ങൾ കാണുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അതിനെതിരെ ഒരു നടപടിയുമായിട്ട് പോകുന്നില്ല? ഞാൻ അതിനെതിരെ നടപടിയുമായി പോയി, ഞാനിപ്പോൾ കേസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങളിലാരും എന്തുകൊണ്ടാണ് അതിന് തുനിഞ്ഞ് മുൻപോട്ട് വരാത്തത്? പകരം മറ്റൊരു കമ്മ്യൂണിറ്റിയിലുള്ള പെണ്ണിനെ പിടിച്ചകത്താക്കാൻ നോക്കുന്ന ആ ഉത്സാഹമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ദോഷം വരുമോ നല്ലത് വരുമോ എന്ന് ഇരുന്ന് ചിന്തിക്കുക. സ്വസമുദായത്തിൽ നിന്ന് പോയ ശേഷം ഇമാതിരി വൾഗാരിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആ സ്ത്രീയെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള സൊല്യൂഷൻസ് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു തന്നിരുന്നു. എന്തെങ്കിലും ഒന്ന് ഫോളോ ചെയ്തതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്? വീണ്ടും ഇതേ യുദ്ധവുമായിട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. പക്ഷേ ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, ഈ 3 വ്യക്തികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാളുകളുടെ കയ്യിലെ കളിപ്പാവകളാണ്. ആ കെണിയിൽ നിങ്ങൾ പോയി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഒരു കഥ പറയാം. മുമ്പ് ഞാൻ കേട്ടൊരു കഥയാണ്. സിംഹങ്ങൾ ചേർന്നൊരു കഴുതയെ പിടിക്കും. ഈ കഴുതയെ പിടിച്ചിട്ട് കഴുതയെ കൊല്ലുന്നതിന് പകരം സിംഹങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു പ്ലാൻ ഇടും. കഴുതയെ നമുക്ക് നമ്മളുടെ ഇതാക്കി വെക്കാം,
നമ്മളുടെ അടിമയാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് അധികം കഷ്ടപ്പെടാതെ തന്നെ കൂടുതൽ അതായത് ഫുഡ് ഡെയിലി കിട്ടുന്ന ഒരു വഴിക്ക് കഴുതയെ ഉപയോഗിക്കാം. അത് സിംഹങ്ങളുടെ ഒരു കെണിയാണ്. അത് മനസ്സിലാക്കാതെ തന്നെ ഈ കഴുത ജീവൻ തിരിച്ചു കിട്ടിയ ഒരു ജീവൻ തിരിച്ചു കിട്ടിയ ഒരു രക്ഷപ്പെട്ടല്ലോ. അതുകൊണ്ട് ഇവർ പറയുന്നത് അനുസരിക്കും. ഇവരവരുടെ ആ ഒരു മോഡുലേഷൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്നുള്ള രീതിയൊക്കെ ഇവനെ പഠിപ്പിച്ചിട്ട് കഴുതയെ ഇറക്കി വിടുകയാണ്. കഴുത അവിടെ ചെന്നിട്ട് ഞാൻ രാജാവാണ്, ഞാൻ സംഭവമാണ് എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കുന്നവരെ അവൻ ടാർഗറ്റായിട്ട് കാണിച്ചു കൊടുക്കും. പോണ വഴി നിൽക്കുന്ന വഴിയൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുകയാണ് സിംഹത്തിന്. എന്തിനാണെന്നറിയാം? സിംഹങ്ങൾക്ക് എന്തിനാ അവനെ പിടിച്ച് തിന്നാം. അത് ഒരു ഇൻഫർമേഷനായിട്ട് പബ്ലിക്കിൽ, അതായത് അവർക്കിടയിൽ കൊടുക്കുകയാണ്. എന്നെ ഉപദ്രവിക്കുന്ന, എന്നെ എതിർക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതാണ് അന്ത്യം. അവരെ പിടിച്ചുകൊണ്ടു പോകും. എനിക്ക് അത്രയും പവറുണ്ട്, ഞാൻ അവർക്കൊപ്പം ജീവിച്ചവനാണ്, എനിക്ക് അങ്ങനെ ഒരു കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെയാണ് കഴുത പറയുന്നത്. കഴുതിനെ പോലെ അഭിനയിച്ചങ്ങനെ നടക്കുകയാണ്. നല്ല സുഖമാണ്, നല്ല രസമാണ് അതിനകത്തുള്ളത്. പക്ഷെ മനസ്സിലാകുന്നുണ്ടോ, ഈ പറയുന്ന കഴുതയ്ക്ക് സ്വന്തം കൂട്ടരെ തന്നെയാണ് ഒന്നൊന്നായി കൊന്നെടുക്കാനുള്ള ഒരു ടൂള് മാത്രമാണ് താനെന്ന് കഴുതയ്ക്ക് തിരിച്ചറിവുണ്ടോ? ഉണ്ടാവില്ല. കാരണം കഴുതയാണ്. അതുകൊണ്ടാണ് മറ്റൊരാളുടെ കെണിയിൽ പോയി വീണിട്ട് അവരുടെ കെണി കേട്ടുകൊണ്ട് വന്ന് സ്വസമുദായത്തിന് അല്ലെങ്കിൽ സഹോദരങ്ങളെ തന്നെ കൊല്ലാനുള്ള അവൻ്റെ ആ ധാർഷ്ട്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിലകൊള്ളുന്നത്. ഈ കഥ പറയുമ്പോൾ ആരൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് വ്യക്തമാക്കി തരാം. ഈ ധാർഷ്ട്യം പിടിച്ച നേതാവാണെന്ന് അഭിനയിക്കുന്ന കഴുത ലിയാഖത്ത് അലിയാണ്. അവനത് മനസ്സിലാകുന്നില്ല. അവൻ്റെ വിചാരം അവൻ സംഘികളായ സിംഹക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോയി പെട്ടിരുന്നു. അവർ നിർദ്ദേശിക്കുന്ന പ്രകാരം അവനങ്ങോട്ട് അഭിനയിക്കുകയാണ്. എന്നിട്ട് സ്വസമുദായത്തിലുള്ള ആൾക്കാരെ, തനിക്കെതിരെ നിൽക്കുന്നവരെ ഓരോരുത്തരെ പിടിച്ചങ്ങ് സിംഹത്തിന് മുമ്പ് ഇട്ടുകൊടുത്തിട്ട് ഇവർക്കിടയിൽ താൻ ഭയങ്കര സംഭവമാണെന്ന് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. അതാണ് വാസ്തവം. ആ കഥ ലിയാഖത്ത് അലിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായവർക്ക് മനസ്സിലാകും. കഴുത എന്ന് പറഞ്ഞത് കഴുത ആയതുകൊണ്ട് തന്നെയാണ്. കാരണം ഒരു ചെറിയ ബോധമെങ്കിലും ഉണ്ടെങ്കിൽ തൻ്റെ സമുദായത്തിൽ ഉള്ളവരെ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള തൻ്റെ സഹോദരങ്ങളെ പിച്ചി ചീന്താനും വെട്ടിക്കൊല്ലാനും ഇതിനും ഇട്ടുകൊടുക്കുകയില്ല എന്നുള്ളതാണ്. അവിടെ സഹോദരങ്ങൾക്കൊപ്പം നിൽക്കണം എന്നുള്ള തോന്നലാണ് വരേണ്ടത്, അല്ലാതെ നേതാവാവുക എന്നുള്ളതല്ല. ആത്യന്തികമായി ഒരു മനുഷ്യനിക്കുള്ള ക്വാളിറ്റി എന്തായിരിക്കണം? നേതൃത്വ പാഠവുമുള്ളവൻ നേതാവാകും. എല്ലാവർക്കും ആ പാഠം കിട്ടിയെന്ന് വരത്തില്ല. അത് ബുദ്ധിയും ജ്ഞാനവും ഒക്കെ കൊണ്ടുവരുന്ന ഒരു സംഗതിയാണത്. നമ്മൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നേതാവാകാനുള്ള ക്വാളിറ്റി ഉണ്ടാകുന്നത് അവരെക്കാൾ കൂടുതൽ വായിക്കുകയും അവരെക്കാൾ കൂടുതൽ എഫർട്ട് എടുക്കുകയും അവരെക്കാൾ കൂടുതൽ ഒരു വിഷയത്തിൽ നമ്മൾ വളരെ ഗഹനമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെ ആകാൻ കഴിയാത്ത ഒരുത്തൻ ഇരുന്നു കൊണ്ട് ഞാൻ നേതാവാണ് എന്ന് പറയുമ്പോൾ അല്ല എന്ന് വിളിച്ചു പറയുന്നവനെ പിടിച്ച് സംഘിക്കൂട്ടങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു രീതി ലിയാഖത്ത് അലിക്കുണ്ട്. ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ലിയാഖത്ത് അലിക്കെതിരെ നിന്നിട്ടുള്ളത്. അപ്പോൾ സൗമ്യനായ ഒരു കഴുതയാണ് അത് എന്ന് ഞാൻ പറഞ്ഞു തരാതെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു മനുഷ്യൻ്റെ 5 ലക്ഷം രൂപ അടിച്ചു മാറ്റിയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനിക്ക് ഒരല്പം ധാർമ്മികതയുണ്ടെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കണമെന്ന് തോന്നൂലേ? പകരം ആ മനുഷ്യനെ കളിയാക്കുന്നു, പോക്കറി കാണിക്കുന്നു, എന്തൊക്കെ കളി. നിങ്ങൾ എത്ര പേർ ആ മനുഷ്യന് സപ്പോർട്ടീവായി നിൽക്കുന്നു? ഇതുവരെയും ആ മനുഷ്യന് സപ്പോർട്ടുമായി ഒരാളും വന്നതായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹം കയ്യിലുള്ള കാശ് ചിലവാക്കി തന്നെ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 10 lakhs അദ്ദേഹത്തിന് ചിലവായിട്ടുണ്ട്. ഓരോന്ന് അംഗീകരിക്കുക, ഓരോന്ന് ഒപ്പിക്കാനും ഇനി വക്കീലിന് കൊടുക്കാനും. പക്ഷേ അയാൾ നിർബന്ധമായി ആ പണം തിരിച്ചു വാങ്ങിയേ മതിയാവൂ എന്നുള്ള രീതിയിൽ കേസുമായിട്ട് മുൻപോട്ട് തന്നെ പോകുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല, ഒത്തിരി പേരുണ്ട് ഞാൻ സപ്പോർട്ട് ഇതിന് താഴെയും വരും സപ്പോർട്ട് ഗോ ഹെഡ്. എവിടെയാണ് സപ്പോർട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മളൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തുണ്ട്, അവിടെയും തമ്മിത്തല്ലാണ്. ഇപ്പോൾ ശ്രദ്ധിക്കാമെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, കേസുകൾ വരുമെന്നും ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമെന്നും ഒക്കെ എന്നെ ഒന്ന് പേടിപ്പിച്ച ശേഷം ഇതിനകത്തും കൂടെ വന്നിട്ടുള്ള ടോർച്ചറുണ്ട്. പക്ഷേ തിരിച്ചു പറയാൻ ഒരാൾ പോലും സ്ട്രോങ് ആയി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു പ്രശ്നം. വാട്സപ്പിൽ ആളുണ്ട്, എൻ്റെ കമൻറ്റ് ബോക്സിലാണ് ഇത്തരക്കാർ വരുമ്പോൾ കൃത്യമായി ഞാൻ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും ആ കമൻസ് ഒക്കെ അപ്രത്യക്ഷമാണ്. ആരും ഒന്നും വന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നാൽ മടുത്തോ മതിയായോ എന്നുള്ളത് എൻ്റെ സംശയമാണ്. ഇനി ജാമിദയുടെ വിഷയം, ജാമിദ പറഞ്ഞ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ കിടക്കുകയാണ്. തുനിഞ്ഞ് മുൻപോട്ട് വന്ന് ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ കക്ഷി ചേരാൻ ഞാൻ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. കാരണം ഞാൻ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒപ്പം കക്ഷി ചേരാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതിനും കൂടെ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി എന്നെങ്കിലും ഒരു കമൻറ്റ് ഇടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒത്തിരി റിപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതാണ് നിങ്ങളിലേക്ക് എൻ്റെ വീഡിയോസ് ഒന്ന് റീച്ച് ആകാത്തത്. ഡു സപ്പോർട്ട് മീ. തീർച്ചയായിട്ടും ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അത്രത്തോളം അറ്റാക്ക് ചാനലിനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി.